എവിടെയാണ് നമ്മൾ പോണത്? Where are we going today? We are going to ഡ്രൈവർ ഇവിടെ ഇരിപ്പുണ്ട്. Ola Uber car. We have our Uber driver. Uber driver lighting after his work. Muchas gracias, afición. Este es para vosotros. ഓക്കെ, അപ്പൊ ഇന്നൊരു ചെറിയ ഫുഡ് വ്ളോഗാണ്. കൈയൊക്കെ വിട്ടിട്ട് ഇങ്ങനെ ഓക്കെ, എട്ട് പോത്തുണ്ടോ మనం ఈరోజు? എവിടെ പോകുന്നതെന്ന് പറ. Oh, we are going to explore. We have no idea where we are heading towards. Once we are there, we will decide. As of now, there are no plans, but the end answer would be. എങ്ങോട്ടാ പോണെന്നൊന്നും അറിഞ്ഞൂടാ. ഇപ്പൊ ഫുഡ് എന്ന് പറഞ്ഞിറങ്ങി നോക്കട്ടെ. ഫുഡ്? ആ പിന്നെ ഇപ്പൊ കഴിച്ചിട്ട് ഫുഡ് എന്ന് പറഞ്ഞിറങ്ങി വീട്ടിൽ നിന്ന് നല്ല റെഡ് പ്ലേറ്റ് ചോറും കഴിച്ചിട്ട് ഇറങ്ങിയത്. പിന്നെ നീ എവിടെ പോകുന്നു? We are going to explore. എക്സ്പ്ലോറോ? നമുക്ക് നീന്തി വിത്ത് മൈക്കിൾ ജാക്സൺ സോങ്. വ്ലോഗ് തുടങ്ങിയിട്ട് എന്തോ പറയണോ എന്തെങ്കിലുമൊക്കെ ചിലച്ചോണ്ടിരുന്നോ ഒന്നോ രണ്ടോ ബിട്ടൊക്കെ കിട്ടും, കട്ട് ചെയ്തിട്ട് വ്ലോഗ് ഇടാം. ഇവിടെ വൺ ഓഫ് ദി പണക്കാരൻസ് ഓഫ് ഹൈദരാബാദിന്റെ വീടുണ്ട്. ലൈവ് വിഷ്വൽസ് ആണ്. പണക്കാരന്റെ ഡാഡി പണക്കാരന്റെ ഡാഡി ഒക്കെല്ലോ. പണക്കാരൻ പിച്ചക്കരനാന്ന് പറഞ്ഞു നടക്കുന്ന പണക്കാരനാണ് ഇവൻ. അതാര്? നീ തന്നെ. ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. Civic sense. Civic sense, man. Civic sense. Cheap guy. Very bad. ഇവരെ എന്തെങ്കിലും ನಾವು ട്രാഫിക് പോലീസ് അങ്ങനെ തരുള്ളൂ. ഇയാള് പോകുന്നുണ്ട്. അവിടെ പെണ്ണല്ലേ ഇത്? വേണ്ട, വീഡിയോ എടുത്തൊന്ന് നോക്കിയിട്ടു. പിന്നെ ഇടിക്കും ആൾക്കാർ. അവിടെ നമുക്ക് ഇങ്ങനെ ഫുഡ് പോകുമ്പോ ആൾക്കാരുടെ അടുത്ത് പോയി ഷോ ഓഫ് ചെയ്യുന്നു. ഇങ്ങനെ ക്യാമറ ഒക്കെ പിടിച്ചോണ്ട് ചിലപ്പോ ഈ ഫുഡ് കഴിക്കാൻ പോകുമ്പോ ക്യാമറ പിടിച്ചോണ്ട് ആൾക്കാർക്ക് തോന്നുന്ന ഒരു വലിയ വ്ളോഗറാണ്. ആൾക്കാർ യൂട്യൂബ് ചാനൽ ചോദിക്കണെങ്കിൽ നീ എന്ത് പറയുന്നു? യൂട്യൂബ് ചാനൽ റെക്കോർഡിംഗ് ഫോർ ബിഗ് യൂട്യൂബ് ചാനൽ. മറ്റേ ന്യൂസ് റിപ്പോർട്ടർ ഞാനൊക്കെ ഫുട്ടേജ് അన్ని കളക്ട് చేసి ഞാൻ പിന്നെ അയച്ചു കൊടുക്കും. ഏത് ചാനൽ? ഫാഷൻ ടിവി. എങ്ങോട്ടാ പോകുന്നത്? അവിടെ അല്ലേ? ഗോയിങ് ഓൺ എ ലോങ് ഡ്രൈവ്. വി ആർ എക്സ്പ്ലോറിംഗ്. നമ്മുടെ റൈഡർ നന്ദു കൃഷ്ണൻ ഗ്ലാമർ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ജോലൈൻ കണ്ടില്ലേ? അവന്റെ കൈ മുറിഞ്ഞു പോയി. മെല്ലെ നോക്കി കൈയൊക്കെ മുറി പോയി. ടീച്ചറെ നാളെ സ്കൂളിലോട്ട് പോവോ എന്തെങ്കിലും വേണ്ട, കുറച്ച് ഉച്ചക്ക് തിന്നാനുള്ള തൈരോ ഇനി എന്താ ചോറോ എന്തൊക്കെ പറയാ. അടിപൊളിയാ. We are here at the Pullaradi restaurant. മലയാളത്തിൽ വർത്താനം പറയടാ. എന്തുവാടാ നീ കിടന്നത്? ഞാൻ ഫോറിനിട്ടാണ്. കപ്പയാണോ ചീനിയാണോ എന്നെല്ലാം ചോദിച്ചോണ്ടിരിക്കുക ഇവൻ. That is not kappa Nandu, that is 10 days tak rehta hai. 3 kappa pack ചെയ്ത് നല്ലതായിരുന്നു. ഇങ്ങാണിച്ച ഇതല്ല നല്ലത്. കിतना പീസ്? നീ എന്തോ കപ്പയാണോ എന്തൊക്കെ ചോദിച്ചോളല്ലോ. 13 പീസ് അല്ല ബാസുന്തി. ബാസുന്തി ഇവിടുത്തെ ബാസുന്തി അടിപൊളി ടേസ്റ്റ് ആണ്. അതിപ്പോ നമുക്ക് രാഹുൽ വാങ്ങി തരാൻ പോവാ. ശരി, 2 ബാസുന്തി എടുത്തിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ വേണം. 3 ബാസുന്തി രാഹുൽ ഞങ്ങൾക്ക് വാങ്ങിട്ട്. അല്ല 2 ബാസുന്തി വേറെ എന്തെങ്കിലും ഒക്കെ വാങ്ങണം. അവർ ബ്ലോഗർ മേടിക്കാം. ബാസുന്തി ഉണ്ട്, റസഗുല്ല ഉണ്ട്, ഗുലാബ് ജലം, ജിലേബി,
ഗുലാബ് ജാമുൻ. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. യൂട്യൂബ് ചാനലിന്റെ പേരെന്തോ? ചാനലിന്റെ പേര് രാഹുൽ. രാഹുൽ രാഹുൽ ലിഫ്റ്റ്സോ? ആ, ലിഫ്റ്റ്. നീ പവർ ലിഫ്റ്റിംഗ് മാത്രമല്ല? പവർ ലിഫ്റ്റിംഗ് ഒന്നുമില്ല, ഇല്ല. വെയിറ്റ് ട്രെയിനിങ് മാത്രമേ. അപ്പൊ രാഹുൽ കൂലിയെന്ന് ഇടും. ബിഗിനറിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടോ? ഇന്റർമീഡിയറ്റ്. അപ്പൊ ഇവൻ LKG. ഇതാണ് കല്യാണം കഴിച്ച ആൾക്കാരോടെ വരല്. എപ്പോ നോക്കിയാലും പെണ്ണായിട്ട് പ്രീതി സമയം എന്തോ അവിടെ 2:55. പ്രീതിയുടെ എവിടെയാണ് ചാറ്റ് ചെയ്യുന്നതെന്ന് പറയണേ. വേറെ ആരാ? ആൾക്കാരെ കൊണ്ട് അടി ഉണ്ടാക്കിക്കാൻ അടി കിട്ടും. ആൾക്കാരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങി കൂട്ടാനുള്ള എല്ലാ പണിയുണ്ട് എന്റെ കയ്യിൽ. യൂട്യൂബേഴ്സിന് ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടാകും നമുക്ക്. ചെരുപ്പിന്റെ അടിയുള്ളൂടെ ഈ അവരുടെ അടുത്ത്. പാവം ഒരു പണിയെടുക്കാൻ വന്ന അതിന്റെ ഇടയ്ക്ക് അവരെ കൊണ്ട് ജോക്ക് അടിക്കും. ഞാൻ എന്തെങ്കിലും പറഞ്ഞു. ഇതിന് മുമ്പ് എന്തൊക്കെയായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്? ഞാൻ ഒരു തെറി വിളിച്ചു. ആ, എന്തൊക്കെ തെറിയ വിളിച്ചത് എനിക്ക് പറയാൻ പറ്റത്തില്ല ക്യാമറയില്. നീ ഭയങ്കര ഓവറാ, നീ നിർത്ത്. നമ്മുടെ ബാസുന്തി റെഡി ആവാനായിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് റിയാക്ഷൻ ചെയ്യാം. നമുക്ക് വായി വെച്ചിട്ട് കുറെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ ഇടാം. നീ സത്യമായിട്ടും ചെയ്യും, അല്ലെങ്കിൽ ഞാൻ നിന്നെ നീ ബാക്ക്ഗ്രൗണ്ട് പൊളിയായിരിക്കും. ഇത് വി ആർ ഗോയിങ് ടു ബി എ എന്തോടെ ചാനലോ. എന്തായാലും നമ്മുടെ ബ്ലോഗിന് 3 വ്യൂസ് ഉറപ്പാണ്. അത്രേ ഉള്ളൂ. എന്റെ വീട്ടിൽ ഞാൻ ടിവിയിൽ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് കണ്ടോളൂ. അപ്പൊ ഒരു 5 ദിവസം അങ്ങനൊന്നും പറ്റത്തില്ല. പൈസ അവരുടെ സബ്സ്ക്രൈബ് ഈ വീഡിയോ ആര് കാണാൻ പോകുന്നു? നല്ല പൈസ ആവത്തുള്ളൂ. ഇങ്ങോട്ട് കാണി എന്റെ ഇച്ചിരി കുടിപ്പ്. ഇത് അതൊരു ടേസ്റ്റ് ആണോ? രണ്ടിനും ഒരേ ടേസ്റ്റ് അല്ലെങ്കിൽ പിന്നെ എങ്ങനെ? ഞാൻ നോക്കട്ടെ. ഇല്ല, ബ്ലോഗർ ആരും ആക്കൂല, തന്നെ ആവുന്ന. Vlogging is not an emotion, it's a root motion. വ്ളോഗിനകത്ത് സിബി ബായിനെ കാണിച്ചോട്. We have foreign people in our vlog. ചാർമിനാറോ അല്ലേ? ഇവിടെ കാറും കൊണ്ട് ചാർമിനാർ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ ഇപ്പൊ പോയാ ഞാൻ വീട്ടിൽ പോണം. അവന്റെ ഭാര്യ എന്നെ എടുത്തിട്ട് ഇടിക്കും സമയത്ത് എത്തില്ലെങ്കിൽ. Criminal offensive side eye. എടാ ഇത് ഞാൻ വ്ളോഗിന് വേണ്ടി പറഞ്ഞല്ല. ഉള്ളത് പറഞ്ഞു. ഇൻ ജനറൽ ഓൾ വൈഫ് അടിക്കും ഭർത്താക്കൾ. ഇറ്റ് ഈസ് കോമൺ. നന്ദു നിനക്കിട്ടുള്ള താങ്ക മൊത്തം കോമൺ അല്ല. ഡൊമസ്റ്റിക് വയലൻസ് ഇസ് സിവിക് സെൻസ്. ഇപ്പൊ ഡൊമസ്റ്റിക് വയലൻസ് ചെയ്യാത്ത ആൾക്കാർ, പൈസ ഉള്ള ആൾക്കാരൊക്കെ ഇന്റർനാഷണൽ വയലൻസ് ആയിരിക്കും ചെയ്യുന്നത്. വെളി കൊണ്ടുപോയിട്ട് എടുത്തിട്ട് ഇടിക്കും. ചിരി വന്നില്ലടാ. ഇത് അടിച്ചു മാറ്റിയ ജോക്കായിരുന്നു. അപ്പൊ എന്റെ തെറ്റല്ല. എങ്ങോട്ട് പോവാ? നീല്ല ചായ കുടിക്കാന്ന് പറഞ്ഞ ചായ മാത്രമേ ഉള്ളൂ. കടിയുണ്ടെന്നല്ലോ. കടിയോ ആരെ കടിക്കാൻ പോവാ? ഇപ്പൊ പോകുന്ന സ്ഥലത്തിന് വരുന്ന ചായ കുടിക്കാൻ മല്ലൂസിന്റെ തട്ടുകട. മല്ലൂസിന്റെ തട്ടുകട. മല്ലൂസിന് തട്ടി കളഞ്ഞ കട. ഹൈദരാബാദ് ട്രാഫിക്. ഹൈദരാബാദ് ട്രാഫിക് കാണിച്ചു തരാം. ബാംഗ്ലൂരുകാര് കണ്ടുകഴിഞ്ഞാൽ പറയും ഉമ്മ ഇതൊക്കെ മൂവിങ് ട്രാഫിക് ആണല്ലോ എന്ന് പറയും ബാംഗ്ലൂരുകാര് കണ്ടാൽ. ഇവൻ എടുക്കുന്നുണ്ടോ വേട്ടാവളെ? സൂപ്പർ ലക്ഷറി മസ്ത് റേജ് വേട്ടാവും ഈ ട്രാഫിക്കിലൊക്കെ കാർ ഓടിക്കും. എന്താ പറയുന്നത്? കണ്ടന്റ് വാല്യൂ ഉള്ള എന്തെങ്കിലും പാട്ട്, അങ്ങനെ എന്തെങ്കിലും പാട്ട്, കണ്ടന്റ് വാല്യൂ ഉള്ളതൊക്കെ എന്തെങ്കിലും പറ. അമ്മായി വാല്യൂ ഉള്ളത്
രാഹുൽ ഈ ക്ലിപ്പ് എടുത്ത് അവന്റെ ബ്ലൗസിൽ കേട്ടാൻ നോക്കുക, പക്ഷെ കേറുന്നില്ല. ബ്ലൗസോ എന്തെങ്കിലുമൊക്കെ കോണ്ടന്റ് കൊടുക്കും നമ്മുടെ രാഹുലിന്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിട്ട്. സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കടാ. നീ നാളെ കാലത്ത് ഓൺലി ലൈഫ് സ്റ്റൈൽ വ്ളോഗർ. ഒരു ലൈഫ് സ്റ്റൈൽ ഇല്ലാത്തവൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് തുടങ്ങിയ എന്തുവാ ലൈഫ് സ്റ്റൈൽ? അവൻ ഏത് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യും? അടാ നമുക്ക് നീന്താൻ പോയാലോ? ഞാൻ റെഡിയാ. സ്വിമ്മിങ് ഇവൻ വരത്തില്ലല്ലോ. എടാ ശരിയാടാ നന്ദ, നീ എന്താ സ്വിമ്മിങ് വരാത്തെ? അവന് പനി പിടിക്കുവാന്ന്. എടാ നിനക്കല്ലടാ ലാസ്റ്റ് വീക്ക് പോയി പനി പിടിച്ച, എന്നിട്ട് എന്താ നിനക്ക് മതിയായില്ലേ? എടാ ഇത്രയൊക്കെ ആയെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം നിർത്തുവോടാ ഇതൊക്കെ ചെയ്യാൻ? അതല്ല, നിനക്ക് നീന്താൻ അറിയാവോ? അറിയാം. അറിയോ? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എപ്പോഴാടാ നീന്താൻ പഠിച്ച നീ? നീ എവിടെ പോയി? നമ്മളിത് എങ്ങോട്ടാ വന്നേ? ഞാൻ വിചാരിച്ച് നമുക്കിപ്പോ ഓൾട്രി കഫേയില് പാർട്ടി തരുവാൻ. എന്താ പേര്? Cheap places for Nandu, man. Oh, it's a casual place for him to visit. അടാ ഇവിടെ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോടാ എന്തുവാ? മുമ്പിൽ പോകുമ്പോ ലെഫ്റ്റി ഹാർട്ട് കപ്പ് കഫേ. ഹാർട്ട് കപ്പ് കഫേ. എടാ അവിടെ നിനക്ക് അവിടെ ഒരു അവിടെ ഒരു തായ് ഗ്രീൻ കഫേ, തായ് ഗ്രീൻ കറി മാത്രം. ഗ്രീൻ വെജ് കറി. വെജ് അല്ലായിരുന്നു, ചിക്കൻ തന്നെ ആയിരുന്നു. തായ് ഗ്രീൻ കറി മേടിച്ചു വിത്ത് ചോറ്. പക്ഷെ ഇവട്ടെ നമുക്ക് അവരുടെ അടുത്ത് എന്താ ഷുഗർ കുറച്ചിടാൻ പറയാം. പാം ഷുഗർ എന്താ പറഞ്ഞത്? ദിലോക്ക ചോർതാടാ പറഞ്ഞത്. ചളി. Chalesh. Welcome, my name is Chalesh Babu. Welcome to my YouTube channel. 180 സ്പീഡിലാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. 3rd ഗിയറിലല്ലേ ഓടിക്കുന്ന, അപ്പൊ 63rd ഗിയർ. 16:3 3rd ഗിയർ. It's okay. ചോദിക്കാൻ പോയതോ അവൻ എന്താ ഇവിടെ സ്ഥലം ആൾക്കാരില്ലാത്തെന്ന് പറഞ്ഞു. എന്താ ഇല്ലേ? വ്ളോഗ് മൂഞ്ചി. ചായ കുടിക്കാൻ പോയി, ചായക്കട പൂട്ടിയിരിക്കുകയാണ്. അല്ല നമുക്ക് ഇവിടെ ഏതെങ്കിലും വീട്ടിൽ കയറിയിട്ട് അതിന്റെ വ്ളോഗ് എടുക്കാം. വെറുതെ വീട് നോക്കിയായി വ്ളോഗും ആയി. ഇവനെടുത്ത് ചവിട്ടി എടുത്തിട്ട് വെളിയെറിഞ്ഞല്ലേ. ഇവിടെയാണോ മൂഞ്ചിന്തി? ഫസ്റ്റ് പ്ലേസ് ചായ കുടിക്കാൻ പോയി, ചായക്കട പൂട്ടിയില്ല, തുറന്നില്ല. പൂട്ടിയതല്ല, തുറന്നിട്ടില്ല. 4:30 ആവും. തുറന്നിട്ടല്ല, തുറന്നത് ലേറ്റ് ആവും. രണ്ടും ഒന്നും ഇല്ലല്ലേ? അല്ല, രണ്ടും വേറെ. നമ്മള് ശരിക്കും എന്തിനാ വന്നേ ഇവിടെ? തട്ടുകടക്ക് വന്നല്ലേ? അല്ല, നിന്നെ കാണാൻ തട്ടുകട സെക്കൻഡറി. കടറങ്ങി വരുന്ന കൊണ്ട്. So guys, we are going to discover a new place, new chai kada or Aztec tea shop. നമുക്ക് അവിടെ പോയിട്ട് അതിന്റെ റിവ്യൂ ഞങ്ങൾ പറയുന്നതായിരിക്കും. So are you guys excited? No. Exactly, me too. ഇതാണ് എന്താ സ്പോട്ട് മച്ചാനെ? എന്താ ഇത്? എന്താ ഇത്രയും ധൃതി? കൈപുണ്യം. നീ തുറന്നിട്ടില്ല. കൊള്ളാം. രണ്ടാമത്തെ സ്പോട്ട് മൂഞ്ചി, അതും തുറന്നിട്ടില്ല. അപ്പൊ എല്ലാം ശരിയായി. അപ്പൊ തിരിച്ച് വീട്ടിൽ പോ. നന്ദു, how is your experience? First vlog experience എങ്ങനെയുണ്ട്? ഫസ്റ്റ് വ്ലോഗിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല നമ്മളിന്. പ്രത്യേകിച്ച് രാവിലെ ഇങ്ങനെ വളർന്ന് പന്തലിച്ചിട്ട് വേണം. അവൻ ഇങ്ങനെ ബ്രാൻഡ് കൊലാബ് ഒക്കെ ചെയ്തിട്ട് അവന്റെ പൈസയും കൊണ്ട്
ഞങ്ങള് കറങ്ങാനൊക്കെ പോകും. അവനപ്പം മൈൻഡ് ചെയ്യുവാടാ. മൈക്ക് ഓൺ ആണോ നോക്കട്ടെ നോടി. ഓൺ തന്നെ. വിത്തിൻ പറഞ്ഞൊന്നും ശശിയില്ല. ഓക്കെ, നീ ഇപ്പോ നാളെ കാലത്ത് വലിയ ആളായി, ഒരു 1 million സബ്സ്ക്രൈബറായി, നിനക്ക് കുറെ ബ്രാൻഡൊക്കെ കിട്ടി. അപ്പൊ ആ പൈസയും കൊണ്ട് നീ ഞങ്ങളൊക്കെ കറങ്ങാൻ കൊണ്ടുപോകും. കാരണം ഞങ്ങളും ഉണ്ടല്ലോ വ്ളോഗ്. ഞങ്ങൾ കാരണമല്ല നീ ഫേമസ് ആയ. ഫസ്റ്റ് വ്ളോഗ് ഞങ്ങളുണ്ടോ? ഫസ്റ്റ് അല്ല, തേർഡ് വ്ളോഗ്. അപ്പൊ ഞങ്ങൾ ഡിസർവ് ചെയ്യും ഇതൊക്കെ. അപ്പൊ എവിടെ കൊണ്ടുപോവാ നീ? എവിടെ പോവാടാ? നീ പോയ ഗോവയില് മതിയോ? ഗോവ കണ്ടില്ലേ, മതിയായി ഗോവ. പിന്നെ നീ എവിടെ കറങ്ങുന്നത്? നമുക്ക് മണാലി പോവാം. കുളു മണാലിയാ? അലിയുടെ വീട്ടിലെ മണ്ണാണോ മണാലി? ചളി. അലിയുടെ വീട്ടിലെ മണാലി. ഗൈസ്, വി ആർ ചളി ഗാങ്. ഏറ്റവും വലിയ ചളി. യെസ്, ചളി പൊത്തി അങ്ങ് സ്റ്റിയറിംഗ് വീലിന് കൈമാറ്റല്ല നീ. ഒന്നും ഇല്ലടാ സ്ട്രേറ്റ് ആവില്ല. ഇവൻ എന്തോടാ നിന്റെ സ്കിൽസിനെ ഡൗട്ട് ചെയ്യുവാണ്. സ്കിൽസിനെ ഡൗട്ട് ചെയ്യുന്ന പറഞ്ഞൂടാ നന്ദു. ആരെങ്കിലും പറയോടാ അവൻ വണ്ടി ഓടിച്ചിട്ട് 2 ദിവസം ആയല്ലോ. അവൻ പ്രൊഫഷണലാ, അത്ര അടിയിലായിട്ട് ഓടിക്കുക. ഈസ് എ ഫാസ്റ്റ് ലേണർ. Learn car in 2 days. Driving is a survival skill. ആണോ? അല്ല. ഡ്രൈവിംഗ് ബ്രോ, സ്വിമ്മിങ് ഇസ് എ സർവൈവൽ സ്കിൽ എന്ന് കേട്ടിട്ടുണ്ട്. ഡ്രൈവിംഗ് ഇസ് എ സർവൈവൽ സ്കിൽ. അല്ല, നമുക്കിപ്പോ സ്വിമ്മിംഗ് സർവൈവൽ സ്കിൽ എങ്ങനെ? നീ അത് എന്നോടൊന്ന് പറഞ്ഞു. നീ ഇപ്പൊ ഒരു ബോട്ടിൽ പോവാ, ടൈറ്റാനിക്ക് പോവാ. ഷിപ്പ് നല്ല പറഞ്ഞ, ബോട്ട് എന്നാ പറഞ്ഞ. നീ നാട്ടിൽ പോകുമ്പോ മീൻ പിടിക്കാൻ വേണ്ടി ബോട്ടിൽ പോകുന്നു. നീ ബോട്ട് അത്രേ ഉള്ളു, വെള്ളത്തിൽ പോകുന്നു. വള്ളത്തിൽ പോകുന്നു, വള്ളം മറിഞ്ഞു. ഇപ്പൊ നീ കരയെത്താൻ വേണ്ടി എന്ത് ചെയ്യും? നീ അതല്ല എടാ, കൈ അടിക്കുമെന്നാ ഞാൻ ചോദിക്കുന്നത്. കൈ മാത്രം അടിച്ചാ നീ കട്ടുന്നില്ല. ഓക്കെ, കട്ട്. നീ നാട്ടിലാ മീൻ പിടിക്കാൻ വേണ്ടി ഒരു വള്ളത്തിൽ പോയി, വെള്ളം മറിഞ്ഞു. അപ്പൊ നീ സ്വിമ്മിങ്ങിന്റെ സ്കില്ലില്ലെങ്കിൽ നീ എങ്ങനെ സർവൈവ് ചെയ്യുന്ന? നീ കര എങ്ങനെ എത്തും? ഞാൻ എത്തത്തില്ല, ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്നു. നീ ഒറ്റക്കാ വഞ്ചിയില്? ഞാൻ മണ്ടനാണ് ഒറ്റയ്ക്ക് പോവാൻ. ഞാൻ ഒറ്റയ്ക്ക് എന്തിനു പറ. ഓക്കെ, 2 ആൾക്കാരുണ്ട്. പോയ ആൾക്ക് സ്വിമ്മിങ് അറിയാം, പക്ഷെ നിന്റെ വെയിറ്റ് ആൾക്ക് പൊക്കാൻ പറ്റുന്നില്ല. സ്വിമ്മിങ് അവിടെ സർവൈവൽ സ്കില്ല് ആവുന്നില്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് നിനക്ക് സർവൈവ് ചെയ്യാൻ സ്വിമ്മിങ് അറിയാണെങ്കിൽ. ബുദ്ധിയുള്ള ആൾക്കാർ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ലൈഫ് ജാക്കറ്റ് എങ്കിലും ഇട്ടോണ്ടേ പോകത്തുള്ളൂ അങ്ങോട്ട്. നിനക്ക് ബുദ്ധിയില്ല. അപ്പൊ അതും ശരിയാ. അല്ലടാ, ഇപ്പൊ നമുക്കിപ്പോ നീന്തി നീ എത്ര ദൂരം വരെ പോവും? കര അടുത്ത് തന്നെയാ. നിനക്ക് ഇപ്പൊ ഞാൻ നടന്നു പോകത്തില്ലടാ, വെള്ളത്തിൽ കൂടെ നടന്നു പോവാ. നീ ശരി അങ്ങോട്ട് പോയി വന്ന് കടിച്ച് തിന്നു നിന്ന് നീ ചത്തില്ലേ? കരയിലാണ് എല്ലാം. നീ ഇപ്പൊ ഇഫ് എന്ന് പറയുമ്പോ ഷാർക്ക് ഇഫ് ഞാൻ പറഞ്ഞു അതെന്തുവാ? മതിയടാ, ഇത് ഒത്തിരി ചളയായി. ഒന്നും കൊള്ളത്തില്ല. ഹായ് ബ്രോ, ഹൗ ആർ യു? എവിടെ പോയി? ബൈ, നിനക്ക് കണ്ടിട്ട് വന്നേ. ബൈ, അവന്റെ ബാഗാ ബൈ. വ്ളോഗറാ ബൈ. ഹായ് ടു ദി വ്ളോഗ്. ഹായ് വ്ളോഗർ. ഹായ് വ്ളോഗർ. ഹായ് ഗേജിത്തിൻ. Hi guys. Welcome to the vlog. చూసిన ఇంతసేపు నువ్వు చెప్పినావు ఒకటేనా లైక్ షేర్ సబ్స్క్రైబ్ అని? సిబి కూడా చెప్పిండు సబ్స్క్రైబ్ అని. సబ్స్క్రైబర్ to our new channel. Rahul. To our Rahul bro, the upcoming YouTuber vlogger. താങ്ക് യു. മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നും കൂടി പറ. ഗെയിനെ കാണിച്ചോട്. എടാ സീറ്റ് ആടാ വരുന്നത്. ഞാൻ പോയിട്ട് കൊണ്ടുവരാം. ആരടാ വ്ളോഗ് എടുക്കാം. എല്ലാരെയും പിടിച്ച് വ്ളോഗിന് നമുക്ക് ഈ ആന്റിയെ പിടിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലോ? എടാ സത്യമായിട്ടും റാൻഡം ആൾക്കാരോട് റാൻഡം ആൾക്കാരെ എടുത്തിട്ട് ഹലോ ബ്രോ സ്ലാപ്പ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചോദിക്കാം. 2 ആൾക്കാരോട് പോയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. എന്തെങ്കിലും ഒക്കെ ചോദിക്കാം. അവിടെ എന്തോടാ ക്വസ്റ്റ്യൻ? ഒരു ക്വസ്റ്റ്യൻ പറടാ. അപ്പൊ അങ്ങനൊന്നും ചോദിക്കില്ല. നല്ല നമുക്ക് അല്ല ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ
എന്താണൊക്കെ ചോദിക്കാം. ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് ചോദിക്കാം. ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട്? അല്ല, നമുക്ക് വെറുതെ അങ്ങനെ പോയ ആൾക്കാരോട് ചോദിച്ച് ഇടി വാങ്ങാം. ഒരു എജുവേറ്റ് ചെയ്യാം നമുക്ക് അവരോട്. ആഹാ, കൊള്ളാലോ. ഹലോ ഗൈസ്. ബൈ പോയി കഴിഞ്ഞാൽ ഫോണും ബൈ. എടാ കൊള്ളാടാ അത്. അല്ല, നീ ഇപ്പൊ നിനക്ക് ഗ്രൂട്ടിന് എത്ര ഗേൾ ഫ്രണ്ട് ഉണ്ട്? ബൈ ബൈനകത്ത് കുറവാ ബൈ. എനിക്ക് 0 ആണ്. അപ്പൊ ഗ്രൂട്ടിന് മൈനസ് നടത്താൻ ഞാൻ ഡോണ്ട് ബിലീവ്. ഈ പേഴ്സണാലിറ്റി ഇത്രയും ഗ്ലാമർ വെച്ചിട്ടാണ് നോ ഗേൾ ഫ്രണ്ട്. ഇന്ത്യനകത്ത് പെണ്ണവരും കിട്ടാനില്ല. ഒരെണ്ണം നന്ദുബായും രാഹുൽ ബായും ജിതിന്മാരുടെ ഫാൻ ഫോളോയിങ് ഒത്തിരിയാ. നന്ദുബായ് കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞു. എന്നാലും അവൻ നിക്കുന്നില്ല. ലാസ്റ്റ് വ്ലോഗ് ചെയ്ത് അതാ നന്ദു ഇനി നമ്മുടെ ഇവിടെ വ്ളോഗ് വരത്തില്ല. അതിനുള്ള പരിപാടിയെല്ലാം ഉണ്ട് അതിനകത്ത്. ഞങ്ങളുടെ നന്ദു ആർക്കും പേടിക്കത്തില്ല, പേടിയില്ലാത്ത ഡ്രൈവറാണ്. ഹീസ് നോട്ട് എ ഡ്രൈവർ, ഹീസ് എ റൈഡർ. നീ ഗ്രൂട്ട് എങ്ങനെ പേര് വെച്ചേ? ചുമ്മാ പൈരൊന്നും പേരില്ലപ്പം ചുമ്മാ ഗ്രൂട്ടൻ പേരിട്ടതാ. വൈറലായി പേര്. പേര് വൈറലായിപ്പോയി. നീ പബ്ജി എന്തെങ്കിലും ഗെയിം കളിക്കാറുണ്ടോ? യെസ്, പബ്ജി എല്ലാം കളിക്കാൻ. He is a professional gamer, guys. He is the one who introduced esports to India. മലയാളത്തിൽ തെല്ല് പറഞ്ഞ സാധനമുണ്ട്. അത് പുട്ട് ഇങ്ങേറ. Guys, ഞങ്ങൾ എടുക്കാൻ പോവാണ്. We are going to house. അവിടെ പിസ്ത ഇല്ല, ഹൗസും ഇല്ല. But I don't know why it is called pista house. Automatic car അല്ല, ഓട്ടോ പോലെ ഉള്ള കാർ. If we are deciding where to go. Rich people ഹലീം മേടിക്കോ? പോണതണ്ടി സാളന്മാര് കഴിക്കുന്നുണ്ടോ? നാണോ? ഓക്കെ ജിതിൻ, ഇത്രയും പേര് നിന്നെ ട്രോൾ ചെയ്യുന്നു. നീ ഇങ്ങനെ നെഗറ്റിവിറ്റി എങ്ങനെ എൻഡ്യൂർ ചെയ്യുന്നു? നെഗറ്റിവിറ്റി ഇവനാണ് നെഗറ്റിവിറ്റി. എക്സ്ക്യൂസ് മീ ബ്രോ, കുറച്ച് സൈഡ് ആവോ. സിമ്പിൾ. നെഗറ്റിവിറ്റി doesn't give a fuck. മൈ ക്വസ്റ്റ്യൻ വാസ്, ജിതിൻ എങ്ങനെ ഇങ്ങനത്തെ നെഗറ്റിവിറ്റി എൻഡ്യൂർ ചെയ്യുന്നത്? ഇവനെ എല്ലാരും കൂടി ട്രോൾ ചെയ്യാണല്ലോ. അപ്പൊ ജിതിൻ എങ്ങനെ എൻഡ്യൂർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ജിതിൻ നെഗറ്റിവിറ്റി നിന്നെ കാണിക്കുന്നതാണ്. മല ഇഗ്നോർ, നെഗറ്റിവിറ്റി ഇഗ്നോർ, നെഗറ്റിവിറ്റി നിന്നു നെഗറ്റിവിറ്റി എന്ന് ചോദിപ്പിച്ചു ചോടു ജിതിൻ കാട്ട്. ബൈ, നിന്നെ ഞാൻ പറയാവോ? ബൈ വേണ്ട ബൈ. നെഗറ്റിവിറ്റി ഗൈസ് ദി വൺ ഹു ഈസ് ഡ്രൈവിംഗ്. ഡ്രൈവർ ഇവൻ വല്ല നെഗറ്റീവ് തന്നെയാ. കൊറോണ പോലെ നെഗറ്റീവ് ആവണ്ട. A few moments later. 2000 calorie ഡയറ്റ്, 153 grams of protein. ഞാൻ ഡെയിലി ചെയ്യണമെന്ന് വിചാരിച്ചതാ. എന്നിട്ട് ഇപ്പൊ എന്തൊക്കെയാ കഴിച്ച? ഹലീമ്, ചായ.